നമ്മൾ ഇന്ന് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ മെയിനായിട്ട് 2 തിയറംസ് ഉണ്ട്. ആ തിയറം പറയുന്നതിന് മുമ്പ് ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് പഠിക്കാം. അതിന് ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ആദ്യം നോക്കാം. ടാൻജൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ലൈന്, അതിനാണ് നമ്മൾ ടാൻജൻറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഒരു സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് ലൈൻ നമ്മൾ എന്ത് വിളിക്കുക? ടാൻജൻറ്റ് എന്ന് വിളിക്കുക. ആ ടച്ച് ചെയ്ത് പോണ ആ ഒരു പോയിൻറ്റിനെ, സർക്കിളിലത്തെ പോയിൻറ്റിനെ നമ്മൾ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് എന്നാണ് പറയാം. പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അപ്പോൾ ഒരു സർക്കിളിലത്തെ ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ ടച്ച് ചെയ്തുകൊണ്ട് ലൈൻ നമ്മൾ എന്ത് വിളിക്കും? പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. കണക്ട് ചെയ്തുകൊണ്ട് ലൈൻ നമ്മൾ എന്ത് വിളിക്കും? ടാൻജൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സർക്കിളിലത്തെ 2 തിയറം വെച്ചിട്ടാണ് ഈ സർക്കിളിലത്തെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്യാൻ പോണത്. അതിൽ ആദ്യത്തെ തിയറാണ് തിയറം 10.1. തിയർ ഇത്രേ ഉള്ളൂ: ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിൻ്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. സിമ്പിളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഒരു ടാൻജൻറ്റ്, ആ ടാൻജൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് ഞാനൊരു റേഡിയസ് വരക്കണം. ഓക്കെ, സർക്കിളിൻ്റെ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക് ഞാൻ ഒരു റേഡിയസ് വരക്കുമ്പോൾ ആ റേഡിയസും ടാൻജൻറ്റും തമ്മിൽ എന്തുണ്ടാവും? ഒരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളിന് എന്തുകൊണ്ട് 90 ഡിഗ്രി വരാം. അതാണ് ഈ തിയറം പറയണത്, റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജൻറ്റ്. ഒരു സർക്കിളിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് തിയറം. എത്രയേ ഉള്ളൂ തിയറം. ഇനി ഈ തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ നോക്കാൻ പോകണം. അപ്പോൾ നമ്മൾ തിയറം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ഇനി അതിൻ്റെ പ്രൂഫ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, പ്രൂഫിന് മുമ്പ് ഈ ഫിഗർ ഒന്ന് നോക്കുക. ജസ്റ്റ് ഒരു സർക്കിൾ നമ്മൾ വരക്കുക. സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ O എന്ന് കൊടുത്ത് പിന്നെ ഒരു ടാൻജൻറ്റ് വരച്ച് XY എന്നുള്ളൊരു ടാൻജൻറ്റ് നമ്മൾ വരച്ച് പിന്നെ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് P. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫിഗറിൽ ഫസ്റ്റ് ഉണ്ടാവുക. അതാണ് ഗീവനിൽ എഴുതിയേക്കണേ: എ സർക്കിൾ വിത്ത് സെൻറ്റർ O വിത്ത് ടാൻജൻറ്റ് XY അറ്റ് പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് P. സർക്കിള് സെൻറ്റർ O, അതുപോലെ XY എന്നുള്ള ടാൻജൻറ്റ്, പിന്നെ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് P. അത്രയും കാര്യങ്ങളാണ് ഗീവനിൽ പറഞ്ഞേക്കണേ. രണ്ടാമത്തെ കാര്യം ടു പ്രൂവ്. പ്രൂവിൽ നമ്മൾ എന്താണോ കാണിക്കേണ്ടത് അത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവിൽ എഴുതിയേക്കണത് OP പെർപെൻഡിക്കുലർ XY. അതായത് OP XY എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതായത് ഇവിടുത്തെ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട കാര്യം. ഓക്കെ, ഇനി പ്രൂഫ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ XY എന്നുള്ള ടാൻജൻറ്റുമ്പോൾ P അല്ലാത്തൊരു പോയിൻ്റ് എടുക്കും. ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. XY എന്നുള്ള പോയിൻറ്റും ലൈനുമ്പോൾ ടാൻജൻറ്റുമ്പോൾ എവിടെ വേണമെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക. ആ പോയിൻറ്റിന് Q എന്ന് പേര് കൊടുക്കുക. ഇനി ഈ ഒരു പോയിൻറ്റും സെൻറ്ററിൻ്റെ ഈ ഒരു പോയിൻറ്റും ഈ ഒരു XY എന്നുള്ള ടാൻജൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ Q എന്നുള്ള പോയിൻറ്റ് ഈ XY എന്നുള്ള ലൈനിൽ നമ്മൾ എവിടെ എടുത്തിട്ടുണ്ടെങ്കിലും അതിലെല്ലാത്തിനും ചെറുത് ഷോർട്ടായിട്ടുള്ള ഡിസ്റ്റൻസ് ഏതായിരിക്കും? OP എന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഒരു പോയിൻറ്റും ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനായിട്ട് എപ്പോഴും ഏതാണ് അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് വരാം? ആ പോയിൻറ്റും ആ ലൈനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും എന്തുകൊണ്ട് അതിൻ്റെ അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീനിലുള്ള ലെങ്ത്ത് വരാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോണത്. ഈ P എന്നുള്ള പോയിൻ്റ് വെച്ച് XY എന്നുള്ള ഏത് പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ OP ആയിരിക്കും എന്ത് വരാം? ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത്ത്. OP ആയിരിക്കും എന്ത് വരാം? ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത്ത്. അപ്പോൾ OP എന്തായിരിക്കും? അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? OP പെർപെൻഡിക്കുലർ XY എന്ന് എഴുതാം. അതാണ് ഈ പ്രൂഫിൽ എഴുതിയേക്കുന്നത്. ലെറ്റ് Q ബി എ പോയിൻ്റ് ഓൺ XY. Q എന്നുള്ളത് XY മേലത്തെ ഒരു പോയിൻ്റ് ഇട്ട് എന്ത് ചെയ്ത് OQ എന്നുള്ളത് ജോയിൻ ചെയ്ത് കൊടുത്ത്. ഇനി നമുക്കറിയാം OQ എന്തായിരിക്കും? OPനേലും വലുതായിരിക്കും. OQ ഗ്രേറ്റർ ദാൻ OP. പിന്നെ എന്താണ് പറഞ്ഞേക്കണമെന്ന് നോക്കിയേ: സെയിം വിൽ ബി ദ കേസ് വിത്ത് ഓൾ ദ അതർ പോയിൻ്റ് ഓൺ XY. ഈ XY മേലത്തെ ഏത് പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ OP എന്നുള്ള ഡിസ്റ്റൻസ് ആയാലും വലുതായിരിക്കും തൊട്ട് ഏത് പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക? OP ഈസ് ദ സ്മോളസ്റ്റ് ലൈൻ ദാറ്റ് കണക്ട് XY. OP ആണ് XYയിലേക്ക് കണക്ട് ചെയ്യണ ഏറ്റവും ഷോർട്ട്, ഏറ്റവും കുറഞ്ഞ ചെറുതായിട്ടുള്ള ലൈന്. ഇപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? OP പെർപെൻഡിക്കുലർ XY. ഹെൻസ് ദ തിയറം ഈസ് പ്രൂവ്ഡ്. അപ്പോൾ ഈ തിയറം നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നമ്മളോട് പറയാം: പ്രൂവ് ദാറ്റ് ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിൻ്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ത്രൂ ദ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൂഫ് ഫുൾ എഴുതിയാലേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ രണ്ടാമത്തെ തിയറാണ് ഇനി പറയാൻ പോകണം കേട്ടോ. രണ്ടാമത്തെ തിയറം 10.2. സ്റ്റേറ്റ്മെൻറ്റ് പറയാം: ലെങ്ത് ഓഫ് ടാൻജൻസ് ഡ്രോൺ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിൻറ്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ. വളരെ സിമ്പിളായിട്ടുള്ളൊരു തിയറാണ്. അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഒരു സർക്കിൾ, സെൻറ്റർ ഉള്ള ഒരു സർക്കിൾ, ഒരു പോയിൻറ്റ് പുറത്തുള്ള സർക്കിളിന് പുറത്തൊരു പോയിൻറ്റ് P എടുത്ത് എന്നിട്ട് ഈ Pയിൽ നിന്ന് എന്ത് ചെയ്ത് 2 ടാൻജൻറ്റ് വരച്ച്, ഇങ്ങോട്ട് ഒരു ടാൻജൻറ്റ് വരച്ച്, ഇങ്ങോട്ട് ഒരു ടാൻജൻറ്റ് വരച്ച്. ഓക്കെ, ഇവിടെ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് A, ഇവിടെ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് B. സർക്കിളിൻ്റെ പുറത്തുനിന്നൊരു പോയിൻറ്റ്, ആ പോയിൻറ്റിൽ നിന്ന് ഒരേ സർക്കിളിലേക്ക് 2 ടാൻജൻറ്റ് വരച്ചേക്കണം. അങ്ങനെ വരക്കുമ്പോൾ ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
ഒരു സർക്കിളിൻ്റെ പുറത്തൊരു പോയിന്റിൽ നിന്ന് ഒരു സർക്കിൾ നമുക്ക് 2 ടാൻജൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അതാണ് ഈ തിയറം പറയുന്നത്. അതായത് ഈ ഒരു പി എയും പി ബി എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ പി എ ഒരു 7 ആണെങ്കിൽ പി ബി എന്തായിരിക്കും 7 ആയിരിക്കും. അത്രേ ഉള്ളൂ നമ്മൾ ഈ തിയറം. ഇനി ഈ തിയറത്തിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. പ്രൂഫിൽ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരക്കുക. സർക്കിളിൻ്റെ സെൻറ്റർ എന്താ ചെയ്യുക, ഓ എടുക്കുക. എന്നിട്ട് പി എന്നുള്ളൊരു എക്സ്റ്റേണൽ പോയിന്റ് എടുക്കുക. പി എന്നുള്ള എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് എയിൽക്കും ബിയിൽക്കും പി എയും പി ബി എന്നുള്ള 2 ടാൻജൻറ്റ് വരച്ച്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഗിവണിൽ കൊടുത്തേക്കുന്നത്. എ സർക്കിൾ വിത്ത് സെൻറ്റർ ഓ, പിന്നെ എന്തുകൊണ്ടാണ് പി എ ആൻഡ് പി ബി ആർ 2 ടാൻജൻസ് ടു ദ സർക്കിൾ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് പി. ഒരു സർക്കിൾ സെൻറ്റർ ഓ ആയിട്ടുള്ളൊരു സർക്കിൾ പി എന്നുള്ളൊരു എക്സ്റ്റേണൽ പോയിന്റ്, പി എയും പി ബി എന്താണ് സർക്കിളിലേക്കുള്ള 2 ടാൻജൻസ് ആണ്. നമ്മൾ എന്താണോ ഫിഗറിൽ വരച്ചത് അതാണ് നമ്മൾ ഗിവണിൽ കൊടുത്തേക്കണേ. ഓക്കെ, രണ്ടാമത്തത് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ എഴുതിയേക്കണത്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, ലെങ്ത് ഓഫ് ടാൻജൻസ് ആർ ഈക്വൽ. അതായത് ടാൻജൻസിൻ്റെ ലെങ്ത് എന്താണ് ഈക്വൽ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു കേസിൽ പി എയും പി ബി എന്താണ് ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, മൂന്നാമത്തത് കൺസ്ട്രക്ഷൻ. വളരെ സിമ്പിളായിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. അതായത് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഈ ഒ എ ഒ ബി ഒ പി ഇതെന്ത് ചെയ്യുക, വെറുതെ ജോയിൻ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ഒ എ ഒ ബി ഒ പി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി പ്രൂഫ് നമ്മൾ പറയാൻ പോകണം കേട്ടോ, ശ്രദ്ധിക്കുക. ഈ പ്രൂഫിൽ നമുക്കറിയാം ഇവിടെ ഇത് ടാൻജൻറ്റ്, ഇത് റേഡിയസ്. നമുക്കറിയാം ടാൻജൻറ്റും റേഡിയസും ഉണ്ടാവുന്ന ആംഗിൾ എത്രയ്ക്കുള്ളൂ, 90 ഡിഗ്രി, അതായത് പെർപെൻഡിക്കുലർ ആയിരിക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തീർത്തി പറഞ്ഞിരുന്ന കാര്യമാണ് ടാൻജൻറ്റും റേഡിയസും ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയ്ക്കുള്ളൂ, 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ 90 ഡിഗ്രി വരും. അതുപോലെ തന്നെ ഇപ്പുറത്തും പി ബി എന്നുള്ള ടാൻജൻറ്റ്, ഒ ബി എന്നുള്ള റേഡിയസ്, ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്ര ആയിരിക്കുള്ളൂ, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 ആംഗിൾ എന്ത് വരും, 90 ഡിഗ്രി വരും. അത് നമ്മോട് എഴുതിയേക്കുന്നത് ഒ എ പെർപെൻഡിക്കുലർ പി എ, അതുപോലെ തന്നെ ഒ ബി പെർപെൻഡിക്കുലർ പി ബി ആണ്. ഓക്കെ, അതിന് കാരണം റീസൺ എഴുതിയേക്കണേ എന്താണ്, റേഡിയസ് പെർപെൻഡിക്കുലർ ടു ടാൻജൻറ്റ്, നമ്മളെ ഫസ്റ്റത്തെ തിയറമാണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള നോക്കാം. എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിഗറിൽ എന്ത് ചെയ്യുക, 2 ട്രയാങ്കിൾസ് എടുക്കുക. ഏതൊക്കെ ട്രയാങ്കിൾ, പി എ ഒ എന്നുള്ള ട്രയാങ്കിളും പി ബി ഒ എന്നുള്ള ട്രയാങ്കിളും. നമ്മൾ ഈ 2 ട്രയാങ്കിളും വെറുതെ ചൂസ് ചെയ്യണം. ട്രയാങ്കിൾ പി എ ഒ ആൻഡ് ട്രയാങ്കിൾ പി ബി ഒ. നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ ബി എന്താണ്, 90 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി, കാരണം എന്താണ് 90 ഡിഗ്രി. പിന്നെ നോക്കി ഈ 2 ട്രയാങ്കിൾ കോമൺ ആയിട്ടുള്ള സൈഡിനായി പി ഒ. ഈ പി എ ഒ എന്നുള്ള ട്രയാങ്കിളിലും പി ബി ഒ എന്നുള്ള ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള സൈഡിനായി പി ഒ. അതിന് എഴുതിയേക്കണേ പി ഒ ഈക്വൽ ടു പി ഒ കോമൺ. മൂന്നാമത്തത് നമുക്കറിയാം സർക്കിൾ റേഡിയസിനായി ഒ എയും ഒ ബിയും. ഈ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് എന്താണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതെന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ 2 ട്രയാങ്കിൾസ് എന്താണ്, കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണ്. നമ്മൾ 9th പഠിച്ചിട്ടുള്ള കൺസെപ്റ്റാണ്. 2 ട്രയാങ്കിൾസ് എന്തായിരിക്കും, കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. ഏത് കോൺഗ്രുവൻസി, ആർ എച്ച് എസ് കോൺഗ്രുവൻസി. അതായത് റൈറ്റ് ആംഗിൾ ആർ, റൈറ്റ് ആംഗിൾ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ്, എസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ്. ഓക്കെ, അപ്പോൾ ആർ എച്ച് എസ് വെച്ചിട്ട് എന്താണ്, ട്രയാങ്കിൾസ് എന്താണ്, കോൺഗ്രുവൻ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു കൺസെപ്റ്റാണ് 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് പാർട്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, പി എയും പി ബി, ഈ ട്രയാങ്കിളിൻ്റെ പി എയും ഈ ട്രയാങ്കിളിൻ്റെ പി ബി എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, സി പി സി ടി കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് എ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്തായി, പി എയും പി ബി എന്തായി, ഈക്വലായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ്, നമ്മൾ ടാൻജൻറ്റ് ലെങ്ത് എന്തായി, ഈക്വലായി. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ടാമത്തെ തിയറി ഇത്രേ ഉള്ളൂ. ഒരു സർക്കിളിൻ്റെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന്, അതായത് സർക്കിൾ നമുക്ക് 2 ടാൻജൻറ്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ആ 2 ടാൻജൻറ്റ് ലെങ്ത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമ്മൾ 2 തിയറം പറഞ്ഞു തീർത്ത്. ഇനി ഈ ക്വസ്റ്റ്യൻ നല്ലോണം ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമുകൾക്ക്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക. പ്രൂവ് ദാറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ കോർഡിലേറ്ററൽ സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ സബ്ടെൻഡ് സപ്ലിമെൻ്ററി ആംഗിൾസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതായത് ഒന്നാമത്തെ കാര്യം, ഈ ക്വസ്റ്റ്യന് ഫിഗറില്ല. ഫിഗർ നമ്മൾ വരക്കേണ്ടതാണ്. ഫിഗർ വരച്ചാലേ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരക്കാണ്. സർക്കിളിൻ്റെ സെൻറ്റർ ഓ എന്ന് കൊടുത്ത്, എന്നിട്ട് ആ സർക്കിളിനെ സബ്ടെൻഡ് ചെയ്യണ ഒരു കോർഡിലേറ്ററിൽ വരച്ചേക്കണം. എനിക്ക് ജസ്റ്റ് കോർഡിലേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, 4 സൈഡിലൊരു പോളിഗൺ എന്തുകൊണ്ട് കോർഡിലേറ്ററിൽ. ഇപ്പോൾ എന്ത് ചെയ്ത്, ഒരു സർക്കിൾ സെൻറ്റർ ഓ കൊടുത്ത്, എന്നിട്ട് ആ സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യണ ഒരു കോർഡിലേറ്ററിൽ വരച്ച്, ABCD എന്നുള്ളൊരു കോർഡിലേറ്ററിൽ വരച്ച്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ സർക്കിളിനെ എന്ത് സർക്കംസ്ക്രൈബ് ചെയ്താലും എന്തായാലും എന്തുണ്ടാവും, ഇതുപോലെ ടച്ചുകൾ വരും. സർക്കിളിൽ നിന്ന് നമ്മൾ കോർഡിലേറ്ററിലായിക്കോട്ടെ പാരലലായിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ എന്തായാലും ഓരോ പോയിന്റിൽ ഇൻ്റർസെക്ഷൻസ് വരും. ഓക്കെ, അപ്പോൾ ഫിഗർ വരച്ചമ്മ. ഇനി അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫിഗർ ഞാൻ പറഞ്ഞ പോലെ ഫിഗർ വരക്കുക. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയണമായിരുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ കോർഡിലേറ്റർ. നോക്കി, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ കോർഡിലേറ്റർ. ഒരു കോർഡിലേറ്ററിൻ്റെ ഏതെങ്കിലും ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, AB CD എന്നുള്ള ഓപ്പോസിറ്റ് സൈഡ്സ് എടുക്കുക. ഓക്കെ, അതെന്ത് ചെയ്യുന്നുണ്ട്,
സബ്റ്റൻഡ് സപ്ലിമെൻ്ററി ആംഗിൾസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതായത് ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡും സെൻറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലിമെൻ്ററി ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ എ ബി എന്നുള്ള സൈഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഇത് ഓക്കെ, ഈ എ ഒ ബി എന്നുള്ള ആംഗിൾ എ ഒ ബി. അതുപോലെ തന്നെ സി ഡി എന്നുള്ള സൈഡ് സെൻട്രൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിളിന് ആര്, സി ഒ ഡി, ആംഗിൾ സി ഒ ഡി. നമ്മൾ എന്തിനും പറഞ്ഞേക്കുന്നത് ഈ രണ്ട് ആംഗിളും ഓപ്പോസിറ്റ് സൈഡ്സ്, ഒരു കോർഡിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സെൻട്രൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്താണ്, സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ അതിൻ്റെ സം എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. രണ്ട് ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് പറയാം. നമ്മളെന്താണ് പറഞ്ഞേക്കുന്നത്, ഒരു കോർഡിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ സെൻട്രൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്താണ്, സപ്ലിമെൻ്ററി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഈ എ ഒ ബി എന്നുള്ള ആംഗിളും സി ഒ ഡി എന്നുള്ള ആംഗിളിൻ്റെ സം എത്ര വരും, 180 വരും. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് ഇനി നോക്കുക. നമ്മൾ ഫിഗർ നമ്മൾ വരച്ചിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഗർ വരച്ചിട്ടുണ്ട്. ഒരു സർക്കിൾ എ ബി സി ഡി എന്നുള്ളൊരു കോർഡിലേറ്ററിൽ സർക്കംസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സർക്കംസ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സർക്കിളും കോർഡിലേറ്ററിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ടച്ച് ചെയ്യും 4 പോയിന്റിൽ, 1 2 3 4 ഇങ്ങനെ 4 പോയിന്റിൽ ടച്ച് ചെയ്യും. അതിനോട് കാണിച്ചേക്കുന്നത് ഫസ്റ്റ് ഞാൻ നോക്കിയാൽ ഗിവണിൽ ഈ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ എഴുതാൻ പോകണം. എന്താണ്, എ ബി സി ഡി ഈസ് എ കോർഡിലേറ്ററൽ സർക്കംസ്ക്രൈബിങ് എ സർക്കിൾ വിത്ത് സെൻറ്റർ ഓ എ ബി സി ഡി ടച്ചസ് എ സർക്കിൾ അറ്റ് പി ക്യു ആർ എസ്. അതായത് ഒരു സർക്കിൾ സെൻറ്ററോ എ ബി സി ഡി എന്നുള്ള കോർഡിലേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സർക്കംസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എ ബി സി നമ്മളെ കോർഡിലേറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, പി ക്യു ആർ എസ്, അങ്ങനെ 4 പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സർക്കിളിനെ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് ഫിഗറിൽ വരയ്ക്കുന്നത് അതേ കാര്യം തന്നെ ഗിവണിൽ എഴുതാം, എപ്പോഴും അത് തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ കോർഡിലേറ്ററൽ സബ്റ്റൻഡ് സപ്ലിമെൻ്ററി ആംഗിൾസ് അറ്റ് ദ സെൻറ്റർ. അതായത് നമ്മൾ പറഞ്ഞ് എ ഒ ബി എന്നുള്ള സൈഡും എ ഒ ബി എന്നുള്ള ആംഗിളും സി ഒ ഡി എന്നുള്ള ആംഗിളും സെൻറ്ററിൽ എന്തുണ്ടാക്കുന്നുണ്ട്, 180 ഡിഗ്രി, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, അടുത്തതാണ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളിന് എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഒ പി ഒ ക്യു ഒ ആർ ഒ എസ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഒ പി ഒ ക്യു ഒ ആർ ഒ എസ് അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, ഒ പി ഒ ക്യു ഒ ആർ ഒ എസ് എന്ത് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സർക്കിളിൻ്റെ ഈ ഒരു സർക്കിൾ പറഞ്ഞിരുന്നു എ ബി സി ഡി എന്ത് ചെയ്യുന്നുണ്ട്, സർക്കംസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, പി ക്യു ആർ എസിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയേ, ഈ ഒരു പോയിൻ്റ് വെക്കാം, എ എന്നുള്ള പോയിൻ്റ്. ഈ എ എന്നുള്ള പോയിന്റിൽ നിന്ന് എങ്കിടും എ പി എന്നുള്ളതും എ എസ് എന്താണ്, രണ്ട് ടാൻജൻ്റ് ആണ്. എ എന്നുള്ള പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള രണ്ട് ടാൻജൻ്റാണ് ആര്, എ പിയും എ എസും. അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കിയേ, ബി പിയും ബി ക്യൂയും. ഇതും എന്താണ്, ഒരേ പോയിന്റ്, ബി എന്നുള്ള സെയിം പോയിന്റിൽ നിന്ന് നമ്മുടെ സർക്കിളിലേക്കുള്ള രണ്ട് ടാൻജൻസ് ആണ് ബി പിയും ബി ക്യൂവും. നമുക്കറിയാം എ പിയും എ എസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. കാരണം തിയറം നമ്മൾ രണ്ടാമത്തെ തിയറം നമ്മൾ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള രണ്ട് ടാൻജൻ്റ് ലെങ്ത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ പിയും എ എസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ബി പി ബി ക്യൂ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സെയിം പോലെ തന്നെ സി ആർ സി ക്യൂ അതുപോലെ ഡി ആർ ഡി എസ് ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മൈൻഡിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പ്രൂഫ് എഴുതാം. അതിനുമുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്. ജസ്റ്റ് നമുക്കറിയാം ഇതൊരു ടാൻജൻ്റാണ്. എ ഡി എന്നുള്ളത് എന്താണ്, ഒരു ടാൻജൻ്റാണ്. എസ് എന്നുള്ളത് എന്താണ്, പോയിൻ്റ് ഓഫ് കോണ്ടാക്ട്. ഒ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ടാൻജൻറ്റും റേഡിയസും എന്തായിരിക്കുള്ളൂ, പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ പഠിച്ച ആദ്യത്തെ തിയറം. ഈ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി. അതുപോലെ ഈ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി. ഇപ്പുറത്ത് നോക്കിയേ, ഈ ആംഗിൾ എത്രയായിരിക്കും, 90 ഡിഗ്രി. കാരണം എ ബി എന്താണ്, ടാൻജൻ്റാണ്, ഒ പി റേഡിയസ് ആണ്. അപ്പോൾ നോക്കിയേ, ഈ രണ്ട് ആംഗിളും എന്തോരും, 90 ഡിഗ്രി. അതേപോലെ തന്നെ ഈ എല്ലാ ആംഗിളും ഇവിടെ വരുന്ന ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് വേണ്ട വേറൊരു കാര്യമാണ് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ജസ്റ്റ് ഈ ഒരു ആംഗിൾ നോട്ട് ചെയ്യുക. ഈ ഒരു ആംഗിളിന് എന്ത് ചെയ്യുക, 1 എന്ന് പേര് കൊടുക്കുക. ഈ ആംഗിൾ 2, അതുപോലെ 3 4 5 6 7 8 അങ്ങനെ 1 തൊട്ട് 8 വരെ എന്ത് ചെയ്യുക, അങ്ങനെ ഓരോ ആംഗിളും നമ്മൾ പേര് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫ് എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യണം, എ ഒ എസ് എന്നുള്ള ട്രയാങ്കിളും എ ഒ പി എന്നുള്ള ട്രയാങ്കിൾ എടുക്കണം. എ ഒ എസ് എന്ന് പറഞ്ഞാൽ എ ഒ എസ് ഈ ഒരു ട്രയാങ്കിളും അതുപോലെ എ ഒ പി ഈ രണ്ട് ട്രയാങ്കിളും നമ്മൾ എടുക്കണം. ഓക്കെ, നോക്കിയേ, ഇൻ ട്രയാങ്കിൾ എ ഒ എസ് ആൻഡ് ട്രയാങ്കിൾ എ ഒ പി ഈ രണ്ട് ട്രയാങ്കിളിലും ആംഗിൾ എസ് ഇസിക്കൽ ടു ആംഗിൾ പി. കാരണം എന്താണ്, രണ്ട് ആംഗിൾ എന്താണ്, 90 ഡിഗ്രി ആണ് ആദ്യം എഴുതിയേക്കണേ. ആംഗിൾ എസ് ഇസിക്കൽ ടു ആംഗിൾ പി, കാരണം എന്താണ്, 90 ഡിഗ്രി. രണ്ടാമത്തത് എ ഒ ഇസിക്കൽ ടു എ ഒ. അതായത് ഈ രണ്ട് ട്രയാങ്കിളിലും കോമൺ ആയിട്ടുള്ള സൈഡിന് ആര്, എ ഒ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എ ഒ ഇസിക്കൽ ടു എ ഒ കോമൺ. മൂന്നാമത്തത് ഒ എസും ഒ പിയും. ഒ എസ് എന്ന് പറഞ്ഞാലും ഒ പി എന്ന് പറഞ്ഞാലും ഈ ട്രയാങ്കിളുടെ ഒ എസും ഈ ട്രയാങ്കിളുടെ ഒ പി എന്താണ്, സർക്കിളിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതിന് മൂന്നാമത് എഴുതിയേക്കണ കാര്യം ഒ എസ് ഇസിക്കൽ ടു ഒ പി, കാരണം എന്താണ്, റേഡിയായി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും,
ട്രയാങ്കിൾ AOS കോൺഗ്രുവൻറ്റ് ടു ട്രയാങ്കിൾ AOP. AOS എന്നുള്ള ട്രയാങ്കിളും AOP എന്നുള്ള ട്രയാങ്കിളും എന്താണ്? കോൺഗ്രുവൻ്റ് ആണ്. ഏത് കോൺഗ്രുവൻസി വെച്ചിട്ട്? RHS വെച്ചിട്ട്. രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കറസ്പോണ്ടിങ് പാർട്സ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ആംഗിൾ 1ഉം ആംഗിൾ 2 എന്താണ്? ഈക്വൽ ആണ്. ആംഗിൾ 1 ആംഗിൾ 2 എന്താണ്? ഈക്വൽ ആണ്. ആണ് എഴുതിയേക്കണത്. കാരണം എന്താണ്? CPCT കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ. എന്നിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് അതിനെ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ രണ്ട് ട്രയാങ്കിൾ വെച്ചിട്ട് ഈ രണ്ട് ആംഗിൾസ് എന്തായി? ഈക്വലായി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയേ. നമ്മൾ ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ എല്ലാ പ്രോപ്പർട്ടീസും ഈ എല്ലാ ട്രയാങ്കിൾസിനും ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 3ഉം 4ഉം, അതായത് ഈ ട്രയാങ്കിൾ എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഇതും കോൺഗ്രുവൻ്റ് ആയിരിക്കും. ഇതും എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരെണ്ണം നമുക്ക് കാണിച്ചു കൊടുത്താൽ മതി കോൺഗ്രുവൻ്റ് ആണ്. ഏതെങ്കിലും രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ എന്ത് കാണിച്ചു കൊടുത്ത്? ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് കാണിച്ചു കൊടുത്ത്. എന്നിട്ട് എന്ത് എഴുതുക? സിമിലർലി ഈ ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആയിട്ട് എന്തായി? ആംഗിൾ 1ഉം ആംഗിൾ 2 ഈക്വലായി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സിമിലർലി. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആംഗിൾ 3ഉം ആംഗിൾ 4 എന്ത് ചെയ്യുക? ഈക്വൽ ആവും. അതിന് എഴുതിയേക്കണം ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. അതുപോലെ ആംഗിൾ 5ഉം ആംഗിൾ 6 എന്താവും? ഈക്വൽ ആവും. ആംഗിൾ 7ഉം ആംഗിൾ 8 എന്താവും? ഈക്വൽ ആവും. ജസ്റ്റ് സിമിലർലി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ബാക്കിയുള്ള കാര്യങ്ങളും എഴുതുക. ഓക്കെ. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് എഴുതണം തൊട്ട് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് അങ്ങനെ ആംഗിൾ 8 വരെയുള്ള ആംഗിൾസിൻ്റെ സമ്മത്താണ് 360. ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കി. ഈ ഒരു ഫുള്ള് ഒരു റൗണ്ട് ഇത് ഇങ്ങനെ വരക്കണമെങ്കിൽ ഫുൾ ആംഗിൾ എത്രയ്ക്കുള്ളൂ? 360. അതാണ് ഞാൻ എഴുതി കൊടുത്തത്. ഈ എല്ലാ ആംഗിളും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 360. ഓക്കെ, അതിന് ഞാൻ എഴുതി കൊടുത്തേക്കണം. എല്ലാ ആംഗിളും 1 2 3 4 5 തൊട്ടിട്ട് 8 വരെയുള്ള ആംഗിളിൻ്റെ സമ്മ എത്രയ്ക്കുള്ളൂ? 360 ആയിരിക്കും. അതിന് ഞാൻ എഴുതിയേക്കണ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. നമുക്കറിയാം ആംഗിൾ 1ഉം ആംഗിൾ 2 ഈക്വലാണ്. ആംഗിൾ 3 ആംഗിൾ 4 ഈക്വലാണ്. 5ഉം 6 ഈക്വലാണ്. 7ഉം 8ഉം ഈക്വലാണ്. ഓക്കെ, നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ട കാര്യം? പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AOB ആംഗിൾ AOBയും ആംഗിൾ CODയുടെ സമ്മത്താണ് 180. നമുക്ക് ഏതൊക്കെ ആംഗിൾ വേണ്ടത്? AOBയും CODയും. ജസ്റ്റ് നോക്കിയ ഫിഗറിലേക്ക് AOB എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആംഗിൾ? 2ഉം 3ഉം. AOB എന്നുള്ള ആംഗിൾ ഏതൊക്കെയാണ് വരുന്നത്? 2ഉം 3ഉം. അതുപോലെ COD എന്നുള്ള ആംഗിൾ ഏതൊക്കെയാണ് വരുന്നത്? 6ഉം 7ഉം. നോക്കിയാൽ നമുക്ക് ശരിക്കും ഏതൊക്കെ മതി? 2 3 എന്നുള്ള ആംഗിൾ, അതുപോലെ 6 7 എന്നുള്ള ആംഗിൾ നമുക്ക് വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് മാറ്റി എഴുതാം. എങ്ങനെയാണ്? നമുക്കറിയാം ആംഗിൾ 1 ആംഗിൾ 2 എന്താണ്? ഈക്വലാണ്. അപ്പോൾ നമുക്ക് ആംഗിൾ 1ന് എന്ത് എഴുതാം? ആംഗിൾ 2 എന്ന് എഴുതാം. ഓക്കെ, ആംഗിൾ 1ന് പകരം എന്ത് എഴുതി? ആംഗിൾ 2. കാരണം എന്താണ്? ആംഗിൾ 1 ആംഗിൾ 2 എന്താണ്? ഈക്വലാണ്. എന്നിട്ട് ഈ ആംഗിൾ 2 എടുത്ത് എഴുതാം. അതുപോലെ തന്നെ പ്ലസ് ആംഗിൾ 3 ഞാൻ എഴുതി. ആംഗിൾ 4ഉം ആംഗിൾ 3 എന്താണ്? ഈക്വലാണ്. അപ്പോൾ അതിനെന്ത് എഴുതി? ആംഗിൾ 4ന് പകരം ആംഗിൾ 3 എഴുതി. പിന്നെ നമുക്കറിയാം ആംഗിൾ 5ഉം ആംഗിൾ 6 എന്താണ്? ഈക്വലാണ്. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? ആംഗിൾ 6 ആണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ആംഗിൾ 5ന് ഞാൻ എന്ത് എഴുതി? ആംഗിൾ 6 എഴുതി. പ്ലസ് ഈ ആംഗിൾ 6 എടുത്ത് വീണ്ടും എഴുതി. പ്ലസ് അടുത്ത നമുക്ക് വേണ്ട ആംഗിൾ എന്താണ്? ആംഗിൾ 7 അല്ലേ? ആംഗിൾ 7 പ്ലസ് 8ഉം 7 ഈക്വൽ അല്ലേ? അപ്പോൾ 8ന് വരെ ഞാൻ തന്നെ എഴുതി 7 തന്നെ എഴുതി. സിക്കൽ എന്ത് വരും? 360. ഓക്കെ, ജസ്റ്റ് നോക്കി ആംഗിൾ 2 പ്ലസ് ആംഗിൾ 2 ഒരു സെയിം ആംഗിൾ ആഡ് ചെയ്താൽ എത്ര കിട്ടും? ഇപ്പോൾ എക്സാമ്പിൾ x പ്ലസ് എക്സ് ആഡ് ചെയ്യുന്ന ചോദിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2x. അതുപോലെ തന്നെ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 2 എത്ര വരും? 2 ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 3 ഒരേ ആംഗിൾ രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ എന്താവും? 2 ആംഗിൾ 3. പിന്നെ ആംഗിൾ 6 എന്താവും? 2 ആംഗിൾ 6 പ്ലസ് ആംഗിൾ 7 2 ആംഗിൾ 7 സിക്കൽ എന്ത് വരും? 360 വരും. ഓക്കെ, നോക്കിയേ ഈ 4 1 2 3 4 ടേമിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 ഉണ്ട് അല്ലേ? 2 ഞാൻ പുറത്തേക്ക് എടുത്ത് ബാക്കി എഴുതാനായിട്ട് ബ്രാക്കറ്റ് ഇടണം. 2 ആംഗിൾ 2 2 പോലെ ബാക്കി എന്ന് പറഞ്ഞാൽ ആംഗിൾ 2. ഇതിന് എന്ത് ബാക്കി വരും? ആംഗിൾ 3 പ്ലസ് ഇതിന് എന്ത് ബാക്കി വരും? ആംഗിൾ 6. ഇതിന് എന്ത് ബാക്കി വരും? ആംഗിൾ 7 ഇസിക്കൽ ടു 360. ഓക്കെ, നമുക്ക് ഈ ആംഗിൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം എന്ത് ചെയ്യുക? ഈ 2ന് അപ്പുറത്ത് കൊടുക്കുക. ഈ 2ന് ഈക്വൽ ടുവിൻ്റെ അപ്പുറം കൊടുക്കുമ്പോൾ ഇൻറ്റു ആയിട്ടില്ല അയക്കണേ. ഇൻറ്റു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഡിവൈഡ്. അപ്പോൾ എന്താവും? ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ 7 ഇസിക്കൽ എത്ര വരും? 360/2. 360/2 നമുക്കറിയാം എത്രയാണ്? 180. ഓക്കെ, അപ്പോൾ നോക്കിയേ ആംഗിൾ ലെഫ്റ്റ് സൈഡ് നോക്കുക. ആംഗിൾ 2ഉം ആംഗിൾ 3ഉം ആംഗിൾ 2ഉം ആംഗിൾ 3 നോക്കിയേ. ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ AOB ആണ് അല്ലേ? 2ഉം 3 എന്ന് പറഞ്ഞാൽ ആംഗിൾ ഏതാണ്? ആംഗിൾ AOB. അപ്പോൾ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3ക്ക് ഞാൻ എന്ത് എഴുതണം? ആംഗിൾ AOB എന്ന് എഴുതണം. ഓക്കെ, പ്ലസ് അതുപോലെ ആംഗിൾ 6ഉം ആംഗിൾ 7 എന്ന് പറഞ്ഞാൽ ഏതാണ് ആംഗിൾ? ആംഗിൾ COD. അപ്പോൾ 6നും 7നും വരെ എന്ത് എഴുതണം? ആംഗിൾ COD. അപ്പോൾ ഇസിക്കൽ റൈറ്റ് സൈഡിൽ എന്താണ് ബാക്കിയുള്ളത്? 180. നോക്കിയാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം തൊട്ടായിരുന്നു ആംഗിൾ AOB പ്ലസ് ആംഗിൾ COD ഇസിക്കൽ എന്താണ്? 180. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ AOB പ്ലസ് ആംഗിൾ COD ഇസിക്കൽ എന്ത് കിട്ടി? 180. അതായത് ഒരു കോർഡിലേറ്ററിൽ ഒരു സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ
ഓപ്പോസിറ്റ് സൈഡ് സെൻട്രൽ സബ്ടെൻഡിൻ്റെ ആംഗിളിൻ്റെ സം എത്രയ്ക്കുള്ളൂ 180 ആയിരിക്കും, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിരിക്കും. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ആംഗിളിൻ്റെ സംസ് എന്തായിരിക്കുള്ളൂ 180 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് ചോദിക്കണം. നല്ലോണം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. അതുപോലെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ എല്ലാവരും പറയുക. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ടോപ്പിക്ക് ക്ലാസ് വേണമെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.